ഏഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് അധിനിവേശം നടത്തി ഒടുവിൽ അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി തീർത്തവൻ. അവന്റെ വളർച്ചയിൽ അതിശയിച്ച് അവയെ വേട്ടയാടാൻ ഉത്തരവിടേണ്ടി വന്നു ഒരു രാജ്യത്തിന്. ആരാണ് അവൻ എന്ന് തോന്നുന്നുണ്ടോ? ഒരു ഏഷ്യക്കാരനായ പെരുമ്പാമ്പിന്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിന്റെ പട്ടികയിൽ 2ാം സ്ഥാനക്കാരൻ. ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ തടിയും 90 കിലോയോളം ഭാരവുമുള്ള ഒരു പെരുമ്പാമ്പ്. ഏഷ്യയിൽ നിന്നും അമേരിക്കയിലേക്ക് അധിനിവേശം നടത്തിയ ഭീകരൻ. ഇത്രയൊക്കെ പത്രാസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു ചെറു ജീവിയെ പോലും കൊത്തിക്കൊല്ലാൻ ഇവയ്ക്ക് സാധ്യമല്ല. ആരാണ് ആ പാമ്പ് എന്നല്ലേ? ബർമീസ് പെരുമ്പാമ്പ് എന്നാണ് അതിന്റെ പേര്. നമ്മുടെ രാജ്യത്ത് കാണപ്പെടുന്ന വലിയ പെരുമ്പാമ്പ്. ആ പാമ്പ് എങ്ങനെ അമേരിക്കയിലെത്തി അവിടുത്തെ ആവാസ വ്യവസ്ഥ തകർത്തു? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണ്? പച്ച അനാക്കോണ്ട എന്നല്ലേ ഉത്തരം ലഭിക്കുക? സിനിമയിൽ കാണുന്ന അത്ര നീളമില്ലെങ്കിലും വലിയ പാമ്പ് തന്നെയാണ് അനാക്കോണ്ട. 1ാം സ്ഥാനം നമ്മൾ അനാക്കോണ്ടയ്ക്ക് കൊടുത്തല്ലോ. വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനക്കാരനാണ് ബർമീസ് പെരുമ്പാമ്പ്. പൈതണിടെ കുടുംബത്തിൽ പെടുന്നതും നമ്മുടെ നാട്ടിൽ കാണുന്നതുമായ ഇന്ത്യൻ റോക്ക് പൈതണിന്റെ ബന്ധുവാണ് ബർമീസ് പെരുമ്പാമ്പുകൾ. പ്രായപൂർത്തിയായ ഒരു ബർമീസ് പെരുമ്പാമ്പിന് കുറഞ്ഞത് 3.5 മീറ്ററോളം നീളമുണ്ടാകും. ഇലക്ട്രിക് പോസ്റ്റിന്റെ തടിയും 65 മുതൽ 90 കിലോ വരെ ഭാരവും ഇവയ്ക്കുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. സാധാരണ ഒരു ബർമീസ് പാമ്പിന് ഏകദേശം 5 മീറ്റർ, അതായത് 16 അടി നീളമെങ്കിലും ഉണ്ടാകും. എന്നാൽ 23 അടി നീളമുള്ള ബർമീസ് പാമ്പുകളെ വരെ വനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇനം പെരുമ്പാമ്പുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവയിൽ ആണിനും പെണ്ണിനും വ്യത്യസ്ത ശരീരഘടനയാണുള്ളത്. ഇതിനെ സെക്ഷലി ഡൈമോർഫിക് എന്നാണ് പറയുന്നത്. സാധാരണ കോഴിയെ കണ്ടാൽ അത് പൂവനാണോ പിടയാണോ എന്ന് മനസ്സിലാകുമല്ലോ. എന്നാൽ പാമ്പിന്റെ കാര്യത്തിലോ? അതിലെ ആൺപെൺ വ്യത്യാസം മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ ഇവ അങ്ങനെയല്ല. ഇവയിലെ ആണിനും പെണ്ണിനും വ്യത്യസ്ത രൂപം തന്നെയാണ് ഉണ്ടാകുക. അതാണ് മേൽ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം ഇവയുടെ പേരിനൊപ്പം ബർമീസ് എന്ന് വന്നതെന്ന് ആലോചിക്കുന്നില്ലേ? മ്യാൻമാറിന്റെ മറ്റൊരു പേരാണല്ലോ ബർമ. മ്യാൻമാറിന് ചുറ്റുമുള്ള മിക്ക ഏഷ്യൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയ്ക്ക് ബർമീസ് പെരുമ്പാമ്പ് എന്ന പേര് വീഴാൻ ഇടയായത്. മ്യാൻമാർ, തായ്ലാന്റ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം രാജ്യങ്ങളിലെങ്ങും കണ്ടുവരുന്ന ഇവ ചൈന, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ ഭാഗങ്ങളിലും കാണപ്പെടാറുണ്ട്. ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്ന ബർമീസ് പെരുമ്പാമ്പിന്റെ പുറത്ത് തവിട്ട് നിറത്തിലുള്ള വളയങ്ങൾ കാണാം. നല്ലൊരു നീന്തൽക്കാരനായി ഇവ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്താണ് അധികവും കണ്ടുവരാറ്. ഇളം മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിൽ ഇളം മഞ്ഞ വളയങ്ങളുമുള്ള ആൽബിനോകളും ഇവയ്ക്കിടയിൽ ധാരാളമുണ്ട്. സാധാരണ 20 വർഷം വരെയാണ് ആയുസെങ്കിലും 27 വർഷം വരെ ജീവിച്ച പാമ്പുകൾ ഇവർക്കിടയിലുണ്ട്. ഓരോ വർഷവും ഫെബ്രുവരി, ഏപ്രിൽ മാസങ്ങളിലാണ് ഇവയുടെ പ്രജനന കാലഘട്ടം. ഒറ്റത്തവണ 75 മുതൽ 90 മുട്ടകൾ വരെ വിരിയാൻ സാധ്യതയുണ്ട്. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞു പാമ്പുകൾ കുട്ടിക്കാലം അധികവും മരക്കൊമ്പുകളിലാണ് കഴിയുന്നത്. വളരും തോറും ഇവയുടെ ഭാരം മരച്ചിലകൾക്ക് താങ്ങാനാകാതെ വരുന്നു. അപ്പോഴാണ് അവ മരം വിട്ട് താഴെ നിലത്തിറങ്ങി ജീവിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്ന പാമ്പ് കൂടിയാണ് ബർമീസ് പെരുമ്പാമ്പ്. തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ ബർമീസ് പെരുമ്പാമ്പുകളെ വേട്ടയാടുന്ന ശീലവുമുണ്ട്. തുകലെടുക്കാനായി നിരവധി മനുഷ്യർ ഇവയെ പിടികൂടാറുണ്ട്. പാമ്പിൻ തോലുകൊണ്ടുണ്ടാക്കുന്ന ലെതർ ബാഗുകൾക്കും മറ്റും യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ വില കിട്ടുന്നതാണ് ബർമീസ് പെരുമ്പാമ്പുകളെ വെറുതെ വിടാൻ മനുഷ്യനെ സമ്മതിക്കാത്ത ഘടകം. മെർക്കുറി ധാരാളം അടങ്ങിയ ഇവയുടെ മാംസം കഴിക്കുന്നത് അപകടമായതിനാൽ ഇവയുടെ മാംസം സാധാരണയായി ഭക്ഷിക്കാറില്ല. പൊതുവെ ശാന്ത സ്വഭാവമുള്ള ഇവയുടെ ഇരകൾ പറവകളും സസ്തനികളുമാണ്. മാനിന്റെ വലുപ്പമുള്ള ജീവികളെയും കൊന്നു ഭക്ഷിക്കാൻ കഴിവുള്ളവയാണിവ. ആട്, താറാവ്, മുയൽ, അണ്ണാനൊക്കെ ഇവ കഴിക്കാറുണ്ട്. ഇരയെ ചുറ്റി വരിഞ്ഞ് ശരീരത്തിലെ മസിലുകൾ ഉപയോഗിച്ച് ഞെരിച്ചു കൊന്നാണ് ഇവ ഭക്ഷിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം ഇവയുടെ വയറ്റിൽ നിന്നും മുതലേ കിട്ടിയെന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവ മനുഷ്യനെ ആക്രമിക്കാറില്ലെന്നാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ശാന്തരായ ഈ വന്യജീവിയെ വളർത്തുമൃഗമായും പലരും വളർത്താറുണ്ട്. ഇത്രയും ഭാരമുള്ള ഇവയെ ചിലർ തോളിലിട്ട് സ്നേഹിക്കുന്നതും കാണാം. യൂറോപ്പിലാണ് അരുമകളായ ബർമീസ് പെരുമ്പാമ്പിനെ സാധാരണയായി കണ്ടുവരാറുള്ളത്. ഇവയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും അവയുടെ അധിനിവേശ ചരിത്രത്തെക്കുറിച്ചും പറയേണ്ടതുണ്ട്. 1980-ലാണ് അമേരിക്കൻ വൻകരയിൽ ഇവയെ കണ്ടുകിട്ടുന്നത്. സാധാരണ ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന ഇവയെ വളർത്താനായി കൊണ്ടുവന്നവർ ആരോ ഫ്ലോറിഡയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് ഇവയുടെ അമ്പരപ്പിക്കുന്ന വളർച്ചയ്ക്കാണ് അമേരിക്കൻ മണ്ണ് സാക്ഷിയാകുന്നത്. എവർഗ്ലഡ്സ് നാഷണൽ പ്രിസർവിലെത്തിയ ഇവ 10 വർഷം കൊണ്ട് പെറ്റുപെരുകയും തദ്ദേശികളായ മൃഗങ്ങൾക്ക് മൊത്തം ഭീഷണിയായി പരിണമിക്കുകയും ചെയ്തു. ബർമീസ് പെരുമ്പാമ്പുകളുടെ വർധനവ് പ്രദേശത്തെ പല ജീവിവർഗ്ഗങ്ങളുടെയും വിനാശത്തിലേക്ക് വഴിതെളിച്ചു. പല ജീവികളും അപ്രത്യക്ഷമാകാൻ തുടങ്ങിയതോടെയാണ് 1997 തദ്ദേശ ജീവികളുടെ കണക്കെടുപ്പ് നടത്താൻ അധികൃതർ തീരുമാനിച്ചത്. ഈ കണക്കെടുപ്പോടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്.
മാർഷ്, കോട്ടൺ ടെയിൻ, കുറുക്കൻ, ബോംബ് കാറ്റ്, ടാക്കൂൺ, ഓപ്പിസം തുടങ്ങിയ എല്ലാ ജീവികളുടെയും എണ്ണത്തിൽ 90% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടെ ബർമീസ് പെരുമ്പാമ്പുകളെ വേട്ടയാടിക്കൊല്ലാൻ അധികൃതർ അനുവാദം നൽകുകയായിരുന്നു. എന്നിട്ടും വലിയ മാറ്റം കാണാതായപ്പോൾ പാമ്പിനെ കൊല്ലുന്നവർക്ക് സമ്മാനവും പിന്നീട് വേട്ടയാടൽ മത്സരവും നടത്തിപ്പോന്നു. പെരുമ്പാമ്പുകളുടെ ഈ വളർച്ചയെ തുടർന്ന് ഇവയെ വളർത്തുന്നതിനായി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നതും 2012 അമേരിക്ക നിരോധിച്ചു. ഇപ്പോഴും അമേരിക്കയ്ക്ക് തലവേദനയായി ബർമീസ് പെരുമ്പാമ്പുകൾ വനങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.